രാമ ശ്രീരാമ തേടി വരുന്നു ഞാൻ, നീ പോകും വഴിയെല്ലാം സീത വരും കൂടെ. ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പണ്ട് ജഗതി ശ്രീകുമാർ പാടിയ രസകരമായിട്ടൊരു പാട്ടല്ലേ? അതെ, രാമൻ പോകുക അല്ല, രാമൻ എവിടെ പോയാലും സീത കൂടെ വരും എന്നാണ് പറഞ്ഞത്. ഏതായാലും തൽക്കാലം രാമൻ അയോധ്യയിൽ നിന്ന് എങ്ങോട്ടോ പോയിട്ടുള്ളതായിട്ടുള്ള അറിവുകളാണ് നമുക്ക് കിട്ടുന്നത്. കാരണം രാമനെ വരെ കട്ടടിച്ചെന്ന് പുട്ടടിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം ഭരിക്കുന്ന ആൾക്കാരെ നമ്മുടെ രാജ്യത്തുള്ളത്. അതുകൊണ്ട് തന്നെ രാമനെ പള്ളിപ്പറമ്പിൽ കൊണ്ട് പ്രതിഷ്ഠിച്ച അതേ ആളുകൾ തന്നെ അതേ രാമൻ്റെ സകല സാധനങ്ങളും അടിച്ചു പോകുന്ന വാർത്തകൾ നമ്മൾ കണ്ടു. ഇനി നമ്മൾ അടുത്തതായിട്ട് അവതരിപ്പിക്കാൻ പോകുന്ന കലാപരിപാടിയാണ് തേജോ മഹൽ. അതായത് നമ്മൾ തേജോ മഹലിൽ താജ്മഹൽ പൊളിച്ചിട്ട് നമുക്ക് അവിടെ ശിവനെ കൊണ്ടിരുത്താനുള്ള ചെറിയൊരു പ്ലാനിങ് കുറച്ച് കാലങ്ങളായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും നമ്മുടെ അലഹബാദ് ഹൈക്കോടതിയുടെ സൈഡിൽ നിന്ന് തന്നെ അതിനുള്ള തീരുമാനങ്ങൾ പെട്ടെന്ന് ആക്കി കൊടുക്കണം നമ്മുടെ കേന്ദ്രത്തോടും അതുപോലെ തന്നെ നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കും ഒരു പുതിയ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കുറേ കാലങ്ങളായില്ലേ നമ്മുടെ ചങ്കി കുട്ടികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ, ഏതായാലും രാമക്ഷേത്രം അയോധ്യ നമ്മളേതായാലും കട്ടുമുടിച്ച് ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ പോകാൻ പറ്റില്ല. അതിങ്ങനെ പിരിപിരി കൊണ്ടുവരുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ പറ്റിയ ഐറ്റം ഇതാണ്. തൽക്കാലം നമ്മുടെ ഭക്തരെല്ലാവരും കൂടെ തൽക്കാലം തേജോ മഹൽ അങ്ങോട്ട് പൊക്കോട്ടെ, അല്ലെങ്കിൽ ഈ താജ്മഹൽ പൊളിക്കണ പുതിയ ടെൻഡർ അല്ലെങ്കിൽ കരാറെടുത്ത് അങ്ങോട്ട് നടക്കട്ടെ. നമ്മൾ ആ സമയം കൊണ്ട് നമുക്ക് ഇത് ഇപ്പുറത്തുനിന്ന് ഒതുക്കി തീർക്കാമെന്നുള്ള ചിന്ത നമ്മുടെ രാജ്യം ഭരിക്കുന്ന സംഘപരിവാണങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെയാണ് അലഹബാദ് ഹൈക്കോടതി ഇങ്ങനൊരു തീരുമാനം പറഞ്ഞിട്ടുള്ളത്. അതായത് താജ്മഹൽ പരിസരത്ത് ഹിന്ദു ക്ഷേത്രമുണ്ട്. ആരാണ്? ശിവൻ്റെ ക്ഷേത്രം. പണ്ട് ശിവക്ഷേത്രമായിരുന്നത് പൊളിച്ചിട്ടാണ് നമ്മുടെ എന്താ പറയുക ഷാജഹാൻ അവിടെ താജ്മഹൽ പണിതത് എന്നാണ് പറയുന്നത്. അടച്ചിട്ട റൂമുകളിൽ 21 റൂമുകളോളാണല്ലേ താജ്മഹലിൻ്റെ ഉള്ളിൽ അടച്ചിട്ടുള്ള റൂമുകളുടെ ഉള്ളിലൊക്കെ ശിവൻ്റെ സംഭവങ്ങൾ, അത് എന്താ പറയുക, മറ്റേ ലിംഗം വരെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള ചില കാര്യങ്ങളാണ് ഇപ്പം പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു ക്ഷേത്രം ഉണ്ട് എന്നുള്ളതാണ് ഈ റിട്ട് ഹർജിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് കേന്ദ്ര സർക്കാരിനോടും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോടും അലഹബാദ് ഹൈക്കോടതി എത്രയും പെട്ടെന്ന് മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാൾ ആണ്. ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. കുറച്ച് മുമ്പ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇതേ കേസുമായിട്ട് സുപ്രീം കോടതിയിൽ എവിടെയൊക്കെ അവന്മാർ കയറി ചെന്ന സമയത്ത് അവിടെ നിന്ന് ഇമാതിരി ഊളപ്പരിപാടിക്ക് ഇനി കോടതിനെ നോക്കരുത്, നിങ്ങൾ കണ്ട ഈ പറഞ്ഞ എന്താ പറയുക മുഗളന്മാരുണ്ടാക്കിയിട്ടുള്ള പള്ളികൾക്കും അല്ലെങ്കിൽ 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള പള്ളികൾക്ക് വരെ അടിയിൽ ലിംഗം ഉണ്ട്, അവിടെ രാമൻ ഉറങ്ങിക്കിടക്കുന്നുണ്ട്, അവിടെ നിന്ന് സീതനെ പുറത്താക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരരുത്, ഇതിൻ്റെ പിന്നാലെ പോകാൻ പറ്റില്ല എന്നായിരുന്നു കോടതി അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രത്യേക എന്താ പറയുക അയോധ്യ കൊള്ളയുടെ സാഹചര്യത്തിൽ ചിലപ്പം ചില ഇങ്ങനെ വിധികളൊക്കെ വരാം. നമ്മൾ ഒട്ടും മുതൽ നിങ്ങൾ ചിന്തിക്കേണ്ട എന്താ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത്, ഈ സമയത്താണ് ഇങ്ങനത്തെ വിധികളൊക്കെ വരിക എങ്കിലല്ലേ വിശ്വാസികളുടെ കണ്ണ് ഇങ്ങോട്ട് തിരിയേണ്ട അങ്ങോട്ടൊന്നും തിരിഞ്ഞു കിട്ടുള്ളൂ. നമ്മുടെ ഷാബു പ്രസാദ് പറഞ്ഞ പോലെ 90% വിശ്വാസികൾ കള്ളന്മാരാണെന്നാണ് ഷാബു പറഞ്ഞത്. അപ്പോൾ ഏതായാലും ആ കൂട്ടത്തിൽ നല്ലവരായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കൾ പെടില്ല എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കും. ഇതിൻ്റെ പ്രധാന അവകാശവാദങ്ങളിലോട്ട് നമുക്ക് കിടക്കാം. നമ്മൾ ആദ്യം തന്നെ ലോർഡ് ശ്രീ അഗ്രേശ്വര മഹാദേവ് നാദേശ്വര വിരാത്മാൻ തേജോ മഹലായ ടെമ്പിളാണ് അതിന് പറയപ്പെടുന്നത്. രമേ, ഇതൊക്കെ പറയണമെങ്കിൽ തന്നെ കുറച്ച് പണിയുണ്ടല്ലോ. നോക്ക്, ലോർഡ് ശ്രീ അഗ്രേശ്വര മഹാദേവ് നാഗനാദേശ്വര വിരാജ്ഞമ തേജോ മഹാലയ ടെമ്പിൾ എന്നാണ് അഭിഭാഷകനായിട്ടുള്ള ഹരിശങ്കർ ജെയിൻ ഉൾപ്പെടുന്ന 5 പേര് നൽകിയിട്ടുള്ള ഹർജിയിൽ പറഞ്ഞിട്ടുള്ളത്. ആ ടെമ്പിളിൻ്റെ പേരാട്ടോ 1, 2, 3, 4, 5, 6 ലാസ്റ്റ് തേജോ മഹലായ ടെമ്പിളാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഈ ഹർജി പറയുന്നത് താജ്മഹൽ സമുച്ചയത്തിനകത്ത് ചരിത്രപ്രധാനമായിട്ടുള്ളതും ഭൗതികമായും ഒരു ശിവക്ഷേത്രം തേജോ മഹലായ എന്ന് പറഞ്ഞിട്ടുള്ളത് ശിവക്ഷേത്രം നിലനിൽക്കുന്നുണ്ട് എന്നാണ് നിയമപരമായിട്ട് പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പ്രഖ്യാപിച്ചാലല്ലേ അവിടെ കയറി നമുക്ക് പൂജ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴല്ലേ മോദിജി ശിവൻ്റെ കയ്യും പിടിച്ചിട്ട് പണ്ട് ഇറക്കി വിട്ട ശിവനാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടൊരു കാർട്ടൂൺ നമുക്ക് പടച്ചുവിടാൻ പറ്റുള്ളൂ. അതിൻ്റെ പേരിൽ നമുക്ക് ഈ ഒരു ഹിസ്റ്റോറിക്കൽ ലോക മഹാത്ഭുതങ്ങൾ ഒന്ന സാധനത്തിനെ നമുക്ക് നമ്മുടെ സ്വന്തം രാമരാജ്യത്തിന് വേണ്ടി ശിവരാജ്യത്തിനൊക്കെ വേണ്ടി തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്തൊരു അമ്പലം ഉണ്ടാക്കേണ്ടത് നമുക്ക് നിർബന്ധമല്ലേ? അതാണ് സംഭവം. അങ്ങനെ കീഴ്ക്കോടതിയിലെ ഉത്തരവുകൾ, ഇതിനെതിരെ കീഴ്ക്കോടതികൾ പണ്ട് പല ഉത്തരവുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് ആഗ്ര ജില്ലാ കോർട്ട്, സിവിൽ ജസ്റ്റിസ് സീനിയർ ഡിവിഷൻ, അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് എന്നിവർ ഉൾപ്പെടെ ഉണ്ടായിരുന്ന സീനിയർ ജഡ്ജ് മുൻ ഉത്തരവുകൾ ചോദ്യം ചെയ്തു. അതായത് അന്ന് അവർ പുറപ്പെടുവിച്ചതിന് പിന്നാലെ പോകരുതെന്നാണ്. അവരുടെ ഉത്തരവുകളെ ചോദ്യം ചെയ്തിട്ടാണ് ഈ ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത്. തർക്കഭൂമിയിൽ സർവേ നടത്തണമെന്നും ഫോട്ടോ എടുക്കുന്നതിനുമായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് കമ്മീഷനെ നിയമിക്കണം എന്നും ആവശ്യം കീഴ്ക്കോടതികൾ നേരത്തെ തള്ളിക്കളഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ ചെയ്യണം എന്നും പറഞ്ഞിട്ടാണ് ഈ ഹരിശങ്കർ ജെയിൻ ഉൾപ്പെടെയുള്ള 5 കാവാലം സംഘികൾ ഈ പരിപാടിക്ക് ഇറങ്ങിയിട്ടുള്ളത്. സർവേ നടത്തണമെന്നും ആവശ്യം കീഴ്ക്കോടതികൾ തെറ്റായ രീതിയിലാണ് നിരസിച്ചതെന്നും ഹരിശങ്കർ ജെയിൻ ഹൈക്കോടതിയിൽ വാദിച്ചു. കേട്ട ഹൈക്കോടതി ശരിയാണ്,
നമ്മുടെ മോദിജിനെ രക്ഷിക്കണമെങ്കിൽ, നമ്മുടെ സംഘപരിവാളങ്ങളെ ഇപ്പം അയോധ്യയിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ ഇത് തീരുമാനമാക്കിയേ പറ്റുള്ളൂ. അതുകൊണ്ട് 2015 മുതൽ നിലവിലുള്ള ഈ സിവിൽ തർക്കം പരിഹരിക്കാൻ 2014 എപ്പോഴാണോ ഈ പരിവാണങ്ങൾ നമ്മുടെ രാജ്യം ഭരിക്കാൻ തുടങ്ങിയത് അന്നിന് ശേഷമാണല്ലോ ഈ പൊളിക്കലും കുത്തലും പരിപാടികളൊക്കെ തുടങ്ങിയത്. ബാബരി മുമ്പ് പൊളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി പുതിയ രാമനെ കൊണ്ട് ഇരുത്തിയതൊക്കെ ഇതിന് ശേഷം 2014 ശേഷമാണ്. അപ്പോൾ 2015 മുതലുള്ള ഈ സിവിൽ കേസിൽ തർക്കം എത്രയും പെട്ടെന്ന് ഒരു തീരുമാനത്തിലെത്തണം. അതിൻ്റെ ഫോട്ടോകൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് പണ്ട് നമ്മുടെ എന്ത് മുഹമ്മദായിരുന്നു ആർക്കിയോളജിക്കൽ സർവേയുടെ ഹെഡ് ഉണ്ടായിരുന്നു, പുള്ളി പറഞ്ഞ പോലെ അല്ലേ ഈ ബാബറി മസ്ജിദിന് താഴത്ത് താമരയുടെ ഇടലുകൾ അടങ്ങിയിരിക്കുന്ന മറ്റേ തൂണുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇവിടെ പല ശിവന്റെ ലിങ്ക് അടങ്ങിയിട്ടുള്ള തൂണുകളൊക്കെ നമ്മളിപ്പം കണ്ടെന്ന് വരും. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളുള്ളൂ. അത് എത്രയും പെട്ടെന്ന് ചൂണ്ടിക്കാണിച്ച് അതൊക്കെ നോക്കണം, അത് അനിവാര്യമാണ് എന്നാണ് ഹർജിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്ത ഘട്ടം എന്താണെന്നുള്ളത് ഹൈക്കോടതി തീരുമാനിച്ചു. അതായത് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനും ASI ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ സ്മാരകത്തിൽ സർവേ നടത്തുന്നതിനെ കുറിച്ചുള്ള കേന്ദ്ര അധികൃതർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി ഔദ്യോഗിക മറുപടി നൽകണം. ഉറപ്പല്ലേ, ആരാണ് കേന്ദ്രം ഭരിക്കുന്നത്? ഈ പരിവാണങ്ങളല്ലേ. ഈ സംഘപരിവാണങ്ങൾ കേന്ദ്രം ഭരിക്കുന്നിടത്തോളം കാലം അതിനുള്ള അനുമതി വളരെ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ താജ്മഹൽ കാണാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലേ ഇത്രയും പെട്ടെന്ന് പോയി കണ്ടോ. അതായത് ചിലപ്പം കുറച്ച് ദിവസങ്ങളും കൂടി നിങ്ങൾക്ക് താജ്മഹലായിട്ട് കാണാൻ പറ്റും. പിന്നെ ചിലപ്പോൾ അത് പൊളിച്ച് ആമ്പടം മറിച്ചിട്ട് അവിടെ നമ്മൾ പുതിയൊരു ശിവക്ഷേത്രമൊക്കെ ഉണ്ടാക്കിയെന്ന് വരും. അങ്ങനല്ലേ നമുക്ക് അവിടെ നിന്ന് കക്കാൻ പറ്റുള്ളൂ. അയോധ്യയിൽ നമ്മൾ 10,000 കോടി കട്ടു എന്നൊക്കെ പറയുന്നത്. ഇനിയിപ്പം ഇവിടെ നമ്മൾ അതിനേക്കാൾ വലിയൊരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് 10,000 കോടിയും കൂടെ നമുക്ക് കക്കണം. നമുക്കിവിടെ MP മാരെ വാങ്ങണം, MLA മാരെ വാങ്ങണം, ഈഡിനെ വാങ്ങണം, NIA വാങ്ങണം, എന്തൊക്കെ വാങ്ങാൻ കിടക്കുന്നത്. ഇതൊക്കെ വാങ്ങണമെങ്കിൽ പൈസ വേണ്ടേ? നമ്മൾ മൊത്തം അദാനിക്ക് വിറ്റ് അദാനി തരുന്നതൊന്നും തികയണില്ലാന്ന്. അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അദാനി വരെ അതിലൊക്കെ ഒരു ലിമിറ്റ് വെച്ചിട്ടേ തരുന്നുള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ അമ്പലത്തിൽ നിന്ന് കട്ടിട്ട് വേണം നമുക്ക് ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യണമെങ്കിലും. നമുക്ക് ഇന്ത്യ രാജ്യം നമുക്ക് എന്ന് രാമരാജ്യമായിട്ട് ഈ സംഘികളുടെ അണ്ണാക്കിലോട്ട് തിട്ടിട്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ ചാണിട്ട് കൊടുത്തിട്ട് അവന്മാരെ അടപ്പിച്ചിട്ട് ബബ്ബ പറഞ്ഞിട്ട് അവന്മാരെ കൊണ്ട് നമ്മളിങ്ങനെ മുമ്പിൽ ഇങ്ങനെ അടിച്ചു വിടും. അവന്മാർ പുറത്തിങ്ങനെ പോയി ഛർദ്ദിച്ചുകൊണ്ടിരിക്കും. അത് വെച്ച് നമ്മൾ രാജ്യം ഭരിക്കണം. അത് ഭരിക്കണമെങ്കിൽ ഇങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്തേ പറ്റൂ. അപ്പോൾ അതിന് നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. ഏതായാലും ജിയും കൂട്ടരും അടുത്ത പരിപാടിക്ക് ഇറങ്ങിയതായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളുമാണ് നമ്മൾ ഇതിന് കാണാൻ നമുക്ക് പറ്റുന്നത്. കഷ്ടം. എന്താണെങ്കിലും ഇതൊക്കെ കാണുന്ന രാമനും ഇതൊക്കെ കാണുന്ന ശിവനും ഇതൊക്കെ കാണുന്ന ബാക്കി ഹനുമാൻ്റെ ഒക്കെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക. ഇവന്മാർ ഇമ്മാതിരി ഉളകളാണല്ലോ ഞങ്ങൾ സ്വന്തം ഭക്തരെന്ന് തീരുമാനിച്ചത്. അല്ലെങ്കിൽ 90% കള്ളന്മാരായിട്ടുള്ള ഭക്തരാണോ ഞങ്ങളുടെ കൂടുതൽ എന്നുള്ള ചിന്ത BJP നേതാക്കൾ തന്നെ അങ്ങനെ വന്ന് പറയുമ്പോൾ ഒന്നുമില്ലാത്ത നമ്മളെന്ത് പറയാനല്ലേ. നല്ലവരായിട്ടുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ. നമ്മുടെ രാജ്യത്തിന് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ പറയിപ്പിക്കാൻ വേണ്ടി മാത്രം ജന്മം എടുത്തിട്ടുള്ള കുറേ തിട്ടപാട സംഖ്യകളുള്ള രാജ്യത്താണ് നമ്മളൊക്കെ ഭരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പല സിനിമകൾ ഇറക്കി കൊടുക്കി. കഴിഞ്ഞ ദിവസം താജ്മഹലിൻ്റെ മേലെ ഇങ്ങനെ പൊക്കി നോക്കിയിട്ടുള്ള ശിവ ഇങ്ങനെ പൊന്തി വരുന്ന സിനിമ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സിനിമ ഒക്കെ 8 നില പൊട്ടിയിട്ടുണ്ട്. അത് വേറെ കാര്യം. കുറേ സംഖ്യകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇമ്മാതിരി പ്രൊപ്പഗണ്ട കുറച്ച് കാലങ്ങളായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് പൂർണ്ണ രൂപത്തിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പീക്ക് ടൈമിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഇലക്ഷൻസ് വരുന്നുണ്ട്. UP ഇലക്ഷൻ വരുന്നു, UP നിയമസഭ ഇലക്ഷൻ വരുന്നുണ്ട്. ഇനി അങ്ങനെ അങ്ങോട്ട് കിടക്കുകയാണ്. 2029 ആകുമ്പോഴേക്കും നമ്മളത് പൊളിച്ച് അവിടെ നമ്മളൊരു ശിവക്ഷേത്രത്തിനുള്ള തറക്കല്ലെങ്കിൽ നമ്മൾ ഇടും. എങ്കിലേ നമുക്ക് ചിലപ്പോൾ 2029 അങ്ങോട്ട് ജയിച്ചു പോകാൻ പറ്റുള്ളൂ എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പം രാമക്ഷേത്രം സുമാറി തേജോമഹല കാണാത്ത ആളുകളുണ്ട്. എത്രയും പോയി കണ്ടോളാം, എത്രയും പെട്ടെന്ന് പോയി കണ്ടോളാം. പിന്നെ ഒരിക്കലും കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഈ വീഡിയോ കാണുന്നവരെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് കാണുക കേട്ടോ. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. വെറുതെ കണ്ടുപോകാണ്ട് വെറുതെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിച്ചിട്ട് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടുപോവുക. സപ്പോർട്ട് മാക്സിമം നിങ്ങളത് വേണം. അത് നിങ്ങൾക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഹായ് എങ്കിലും നിങ്ങൾ കമൻറ്റിലാക്കി ഇടണം. കാരണം വീഡിയോക്ക് ഏത് രീതിയിൽ റിപ്പോർട്ടും അടിച്ച് കളയാൻ വേണ്ടി നിൽക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങളുടെ ഏത് അഭിപ്രായങ്ങളും നിങ്ങൾ താഴ്ത്തിടുക. സംഖ്യകളെ നിങ്ങൾ ഇടണം അഭിപ്രായങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ നിങ്ങളാണ് ഈ താഴ്ത്ത് വന്നിട്ട് ഈ പച്ചത്തറി എല്ലാം വിളിച്ചിട്ട് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതിൽ രാഷ്ട്രീയം ഒന്നും ഇല്ലാണ്ട് നിങ്ങൾ വന്നിട്ട് നബിയെയും പടച്ചോനെയും ഒക്കെ ഇങ്ങനെ ചീത്ത പറയുമ്പോൾ ആ കമൻറ്റുകളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ് ബാക്കിയുള്ളവർക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നത് എൻ്റെ വീഡിയോൻ്റെ ഒക്കെ താഴത്തെ കമൻറ്റുകൾ. അപ്പോൾ നിങ്ങൾ വന്നിട്ട് തീർച്ചയായിട്ടും കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇടുക. നിങ്ങളുടെ വിലയേറിയ ചെറ്റ അഭിപ്രായങ്ങൾ താഴത്ത് വീണ്ടും നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് പോകണം. സംഖ്യകളോടാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലാണ്ട് നല്ലവരായിട്ടുള്ള ആളുകൾ ഒരുപാട് നല്ല കമൻറ്റുകളോടുണ്ട്. അവരെ കൊണ്ട് കമൻറ്റുകൾ വായിക്കുന്നുണ്ട്, കാണുന്നുണ്ട്, റിപ്ലൈ ചെയ്യാറില്ല. അത്രയും കമൻറ്റുകൾ വരുന്നുണ്ട്. റിപ്ലൈ ചെയ്യാൻ ചിലപ്പം സമയം കിട്ടാറില്ല. പക്ഷേ എല്ലാം വായിക്കാറുണ്ട്. കൊടുക്കേണ്ട കമൻറ്റുകൾക്ക് റിപ്ലൈ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.